മഹാരാഷ്ട്രയിൽ പ്രാദേശിക തലത്തിൽ സഖ്യമാകാൻ പവാറുമാർ. തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒന്നിൽ ശരത് പവാറിനൊപ്പം സഖ്യമുണ്ടാകുമെന്ന് അജിത് പവാർ വ്യക്തമാക്കി. പൂനെ കോർപ്പറേഷനിലും സഖ്യത്തിനായി ചർച്ച തുടരുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീനാഥ്, പവാറുമാർക്കിടയിലെ മഞ്ഞുരുകുന്നതിന്റെ ലക്ഷണമാണോ ഇത്? പ്രതിൻ 29 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് പിംപ്രി ചിഞ്ചുവാതിൽ. ഇവിടെ ഒരുമിച്ച് മത്സരിക്കുമെന്നതാണ് ഇപ്പോൾ അജിത് പവാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ നീണ്ട കാലത്തെ ഒരു പിണക്കത്തിനുമൊക്കെ ശേഷം ഇരു പാർട്ടികളും അത് ഒരു ലയനത്തിലേക്ക് പോകുന്നില്ല, പക്ഷേ ഒരു സഖ്യമായി തെരഞ്ഞെടുപ്പിലെ മത്സരിക്കും എന്നാണ് അജിത് പവാർ പ്രഖ്യാപിച്ചത്. പൂനെയിലും സഖ്യത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. പൂനെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ സഖ്യത്തിലുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. ക്ലോക്ക് ചിഹ്നത്തിൽ തന്നെ ശരത് പവാറിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കണം എന്ന അജിത് പവാറിന്റെ പിടിവാശിയാണ് അവിടെ ചർച്ചകൾ വഴിമുട്ടുന്നതിന് കാരണമായി മാറിയിട്ടുള്ളത്. അങ്ങനെ പ്രാദേശിക തലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ തരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കാഴ്ച. ഇത് സംസ്ഥാന വ്യാപകമായി ഒരു ലയനത്തിലേക്കോ സഖ്യത്തിലേക്കോ കാര്യങ്ങൾ പോകും എന്നത് ഇത് സൂചിപ്പിക്കുന്നില്ല. പക്ഷേ പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് ഇപ്പോൾ പിംപ്രി ചിഞ്ചുവാദ് അടക്കമുള്ള മേഖലകളിൽ ഉണ്ടാവുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.